ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ ആണ്. അവരുടെ ഈ സമയത്തെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പം നമ്മളിവിടെ 2 കാർഡ്സ് എടുക്കുന്നുള്ളൂ. ഡിസെപ്ഷൻ ആൻഡ് എൻവി ആൻഡ് യൂണിവേഴ്സ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഓൺ ആൻഡ് ഓഫിൽ പോകുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാം. അത് കട്ട് ഓഫ് ആയിട്ട് പോയിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷേ അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നല്ലതുപോലെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് പരസ്പരം ഒരു സംശയം വരിക, അല്ലെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വരിക, പാർട്ട്ണറിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉള്ളൊരു പെരുമാറ്റം ഇല്ലാതിരിക്കുക, എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു തരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും, അല്ല ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു സമാധാനം ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞൊരു രീതിക്കാണ് നമ്മളിവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഒരു അസുഖകരമായിട്ടുള്ളൊരവസ്ഥ നമുക്കിതിനകത്ത് കാണാം. പ്രധാനമായിട്ടും ട്രസ്റ്റ് ഇഷ്യൂസ് കയറി നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഇതിനകത്ത് നടക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ഒരു ക്ലാരിറ്റി പല കാര്യത്തിനും വരാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും റെസനേറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ ചിലരുടെ കേസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അതായത് പാർട്ട്ണർ പല രീതിയിൽ ഇവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഒന്ന് സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും അതിനുള്ള കാരണമൊക്കെ പറയുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തൃപ്തി കിട്ടണമെന്നുണ്ടാവില്ല. ഈ പറയുന്ന കാരണങ്ങളൊക്കെ ശരിയാണോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻ്റെ അടുത്തുനിന്ന് മറക്കുകയാണോ, ഇത് തന്നെയാണോ, ഇതൊരു ജെനുവിൻ റീസൺ ആണോ എന്നൊക്കെയുള്ളൊരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരവസ്ഥ കൂടി ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു അവസരത്തിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. Four of Wands, Seven of Swords, the Star, the Chariot, Knight of Pentacles, Five of Pentacles, Two of Wands, Page of Swords, Page of Wands, Death, Five of Cups, the Fool, Three of Cups, Five of Swords, Ten of Swords, the Magician. ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എടുത്തപ്പോൾ നമുക്ക് അവിടെ ഡിസെപ്ഷൻ ആൻഡ് എൻവി ആൻഡ് യൂണിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് അതിനകത്ത് ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തതുപോലെ നിങ്ങളുടെ പേഴ്സൺ
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ മുന്നിൽ വളരെ ഹോണസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളെ കംഫർട്ടാക്കി വെക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തൃപ്തിയില്ല എന്നുള്ളതാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ആ ഒരു സെയിം എനർജി നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. റിപ്പീറ്റായിട്ട് തന്നെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്, സസ്പീഷ്യസ് ആയിട്ട് വെക്കുന്നുണ്ട്. അത് അവർക്കും നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇവരത് നിങ്ങളോട് ഓപ്പണായിട്ട് പറയാനായിട്ട് ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ട് ആസ്പെക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒന്ന്, ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് അവരുടെ മനസ്സിലുള്ളത് ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് കൂടുതലൊരു മോശം അവസ്ഥയിലേക്ക് പോകുന്നുള്ളൊരു ഭയം. അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമായിരിക്കും. അതവർക്ക് വല്ലാതെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത്, ഇപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും പറയാൻ പഠിക്കുന്നത് എന്തായിരിക്കും, ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകുന്നതായിരിക്കും. ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി അകലുന്ന സംഭവമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ചിലപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒട്ടും വിശ്വസിച്ചില്ല എന്ന് വരാം. മാത്രമല്ല അവരുടെ ആ ഒരു ഈഗോ എന്താ പറയുന്നത്, ക്ലാഷ് ആവുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. ഇതാണ് നമ്മൾ രണ്ട് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും തുറന്ന് പറയാനായിട്ട് ഒരു മടി ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു ആംഗിളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് ഒരിക്കലും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഓൺ ആൻഡ് ഓഫിൽ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഇത് പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്നുള്ളൊരു ചിന്താഗതി ഒരു പേഴ്സൺ ഇല്ല. അതുകൊണ്ട് കൂടി ആണ് ഇവർ പല കാര്യങ്ങളും തുറന്ന് പറയാത്തത്. ആ ഒരു പേടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. അപ്പോൾ എത്ര ബുദ്ധിമുട്ടും സഫറിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ വഴക്കും കാര്യങ്ങൾക്കൊക്കെ ശേഷം ഒരു റീയൂണിയൻ കിട്ടിയ ഒരു അവസ്ഥയായിരിക്കാം. ഒരുപാട് നാൾ നോ കോൺടാക്റ്റിൽ ഇരുന്നിട്ട് കോൺടാക്റ്റ് കിട്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇനിയും ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് പോകണ്ട എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ വളരെ ജെനുവിനായിട്ട് കരുതാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ വളരെ ജെനുവിനാണ് എന്ന് നിങ്ങൾ വിചാരിക്കണം. അവരെക്കുറിച്ചൊരു മോശം അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർ, ചാരിയറ്റ്, ഇതെല്ലാം ആ ഒരു മേജർ ആർക്കാന കാർഡ്സ് ആണ്. ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുണ്ട്. ഇത് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവാൻ, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അത് കുറച്ചൊരു സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവരുത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിശ്വാസവഞ്ചനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ വളരെ സസ്പീഷ്യസ് ആയിട്ട് നോക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ജെനുവിനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് ധരിക്കാനായിട്ട് ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഇവർ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാൻ തയ്യാറാവാത്തത്. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, എന്താണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു റീസൺ, അല്ലെങ്കിൽ ആ ഒരു പഴയ പ്രയോറിറ്റി കിട്ടുന്നില്ല, ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്നില്ല, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും നിങ്ങളെ വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയല്ല എന്നുള്ളത് 100% നമുക്ക് പറയാം. ഇപ്പോൾ ചില ആൾക്കാർ തുറന്ന് പറയാറുണ്ട്, എനിക്ക് താല്പര്യമില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോവാം എന്നൊക്കെ പറയുന്ന വ്യക്തിയുണ്ട്. പക്ഷേ ഇവർ ഒരിക്കലും അത് പറയാത്ത ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണ്ടെന്നോ അല്ലെങ്കിൽ ഇത് അവസാനിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പൊയ്ക്കോ എന്നൊന്നും ഇവർ പറയില്ല. ഇവർ പകരം വേറെ പല എക്സ്ക്യൂസും പറഞ്ഞേക്കാം. അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ കുറച്ചൊരു ടൈം വേണമെന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ തോന്നലാണ്, അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കാം. എങ്കിലും അവരൊരിക്കലും നിങ്ങളെ വേണ്ട എന്ന് പറയാത്ത ഒരു പേഴ്സണാണ്. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ 5ൻ്റെ റിപ്പിറ്റേഷൻ നമുക്ക് പലപ്പോഴായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി വന്നിട്ടുണ്ട്, 5 ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്, 5 ഓഫ് സോഡ്സ് എനർജി കയറി വന്നിട്ടുണ്ട്. ആ ഒരു റിപ്പീറ്റായിട്ട് പല കാര്യങ്ങളും ഇവിടെ ആ ഒരു 5 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ളിൽ നല്ലൊരു അവബോധം ഉണ്ട്, അല്ലെങ്കിൽ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് അവർക്ക് ഒരു വിഷമമുണ്ട്. പക്ഷെ അത് തുറന്ന് സമ്മതിക്കാത്ത ഒരു പേഴ്സൺ ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു
പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൺ ആൻഡ് ഓഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ വഴക്കിട്ട് നിൽക്കുകയോ പിരിഞ്ഞ് നിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളും കൂടി ആയിരിക്കാം. അല്ലെങ്കിൽ വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഭയമായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് അവർക്ക് നല്ലതുപോലെ ബോധ്യമുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇനി അതുപോലെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു ഫ്രീഡം ലവർ ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ. ഒരു ബൗണ്ടറീസും അല്ലെന്നുണ്ടെങ്കിൽ ആരും അവരുടെ കാര്യങ്ങളിൽ കൈ കടത്തുന്നതോ അല്ലെങ്കിൽ അമിതമായിട്ട് അവരെ നിയന്ത്രിക്കുന്നതോ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പേഴ്സൺ ആയിരിക്കണം. അവർക്കെപ്പോഴും അവരുടേതായിട്ടുള്ള രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി. പക്ഷേ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഒരു പൊസസീവ്നെസ് ഒക്കെ കാണിച്ച് അവരുടെ ഒരു പരിധിക്കുള്ളിൽ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഒരു കാരണവശാലും അവരെ ഓവറായിട്ട് നിയന്ത്രിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുന്നത് അവരുടെ കാര്യങ്ങളിലേക്ക് കൈകടത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ ദേഷ്യം വന്നേക്കാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം വൈബ്രൻ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കാത്ത തരത്തിലുള്ള പല രീതിയിലുള്ള ഒരു എൻജോയ്മെൻറ്റ് ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ ആ ഒരു സന്തോഷത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ചില ഡ്രോബാക്സ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. നമ്മൾ പറഞ്ഞ ഇവിടെ ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റാരെങ്കിലും മനസ്സിലാക്കി കൊടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ സ്വഭാവം മാറിയെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ കണ്ട വ്യക്തിയല്ലല്ലോ ഈ ഒരു പേഴ്സൺ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം ഈ ഒരു നമ്പർ 5ൻ്റെ ആ ഒരു എനർജിയിൽ നമുക്കത് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഡിസിപ്ലിൻ ലൈഫിൽ നിന്നും പോകുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. ഇനി അതുപോലെ കുറച്ച് വ്യക്തികൾക്കെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വളരെ അടിച്ചു പൊളിച്ച് നടന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നിട്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേറെ റിലേഷൻഷിപ്സ് ഒക്കെ ഇതിന് മുൻപുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ തന്നിട്ടുള്ളത് നിങ്ങൾക്കായിരിക്കും. അതായത് അവരെ ഒരുപാട് മാറ്റിയെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ ചിലർ വളരെ പ്രിയപ്പെട്ടതായിട്ട് മാറുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്ന ഒരാൾക്കാരുണ്ട് എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും. ഇതിന് മുൻപും ഈ ഒരു പേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആരെയൊക്കെ സ്നേഹിച്ചിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ അത്രയും ആ ഒരു എന്താ പറയുന്ന ഒരു ഹൃദയത്തിൽ കൊണ്ട് നടന്നിട്ടുണ്ടാവണമെന്നില്ല. അതായത് കമ്മിറ്റ്മെൻ്റ് ഒക്കെ വളരെ സ്ലോയിൽ കൊടുക്കുന്ന വ്യക്തിയാണ്. അത് മീൻസ് വാക്കുകൾ കൊണ്ടല്ല, മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ചൊരു ടൈം എടുത്തിട്ടാണ് ഈ ഒരു പേഴ്സൺ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അത് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോഴത്തേക്കും അതെല്ലാം ആ ഒരു രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളെ ഒരു നമ്മൾ പറഞ്ഞതുപോലെ മാറ്റിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മറ്റാർക്കും അവരുടെ ലൈഫിൽ കൊടുക്കാത്തൊരു സ്ഥാനം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത് പോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വിട്ടുകളയാൻ സാധിക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിനെക്കുറിച്ച് നല്ലതുപോലെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധം കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷെ അതൊരു ഓപ്പൺ ആയിട്ട് പറയാനോ അല്ലെങ്കിൽ ആ ഒരു കുറ്റസമ്മതം നിങ്ങളോട് നടത്താനോ ഒക്കെ ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് ഒരുപാട് ദോഷം ചെയ്യും അല്ലെങ്കിൽ അത് റിലേഷൻഷിപ്പിന് കുറച്ചുകൂടി മോശമായിട്ട് ബാധിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പേഴ്സൺ എനർജിയും കൂടിയാണ്. മാത്രമല്ല നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് അല്ല, കൂടെ മിങ്കിൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇനി വേണ്ടത് റിലേഷൻഷിപ്പിൽ ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലുള്ളൊരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പാസ്റ്റിലുള്ള കാര്യങ്ങളൊന്നും ഇനി തലയിൽ കയറ്റാനായിട്ട് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് ഒരു ക്ലാരിറ്റി വേണം. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാനുണ്ടാവും. പക്ഷെ അതൊന്നും പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫ്രഷ് സ്റ്റാർട്ടിലേക്ക് പോകണം. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിൻ്റെ പുറകെ തൂങ്ങണ്ടാന്ന് നമ്മൾ പറയില്ലേ? ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ്. കാരണം ഇവർക്ക് പല കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയാൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ കഴിഞ്ഞതെല്ലാം നമ്മൾ മായ്ച്ച് കളയാന്ന് പറയില്ലേ? എന്ന് പറഞ്ഞതുപോലെ പോവാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ലാസ്റ്റായിട്ട് ആ ഒരു മെജീഷ്യൻ എനർജിയാണ്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ, അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനകത്ത് വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ലോങ് ടേം എന്നുള്ള രീതിയിൽ പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് പറ്റിയ തെറ്റുകൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തതായിക്കോട്ടെ, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കിയതായിക്കോട്ടെ, അതവർക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ എങ്കിലും അത് നമ്മൾ പറഞ്ഞതുപോലെ ഓപ്പണായിട്ട് പറയുന്നില്ല. ചിലപ്പോൾ അവരുടെ ഒരു ഈഗോ ക്ലാഷും കൊണ്ടായിരിക്കാം അത്. കാരണം നാളെയും ഇനിയൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളതെടുത്ത് കുറ്റപ്പെടുത്തരുത് എന്നുള്ളൊരു ചിന്താഗതി അതിന് പിന്നിലുണ്ടാവാം.
അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇനിയും ഈ ഒരു വ്യക്തിയോട് പഴയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചെല്ലുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആഹ്, പണ്ട് നിങ്ങളുടെ മനസ്സിനകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റിയൊക്കെ ചോദിച്ച് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെട്ടേക്കാം. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് പ്രോമിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഓൺ ആൻഡ് ഓഫിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിവിടെ പല പല കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണോ, നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് പറയാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതെന്നുള്ള ഇൻറ്റൻഷനിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒരു ക്ലാരിറ്റി വേണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിൻ്റെയും ഒരു വിത്തും വേരും അറിയണം എന്നൊക്കെ ഒരു നിലപാടിലാണ് നിങ്ങളെങ്കിൽ അത് ഈ ഒരു പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതും കൂടി നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതായത് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇനി പഴയതുപോലെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാമെന്നോ ഇനിയൊരു പ്രശ്നവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുത്തി വെക്കില്ല എന്നൊക്കെയുള്ള പ്രോമിസ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 5, നമ്പർ 7, നമ്പർ 13, നമ്പർ 21 ആൻഡ് നമ്പർ 17. അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് സ്കോർപിയോ, ക്യാൻസർ, ലിയോ, അക്വേറിയസ്, ജെമിനൈ, ടോറസ് ആൻഡ് വിർഗോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് പോകുന്നതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.